എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും ജോലി, മാനസിക സമ്മർദ്ദം, അതുമായി ബന്ധപ്പെട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം ഇങ്ങനെയുള്ളവയെല്ലാം അനുഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വിശ്രമം വേണം എന്നുള്ളത് അറിയാം. റെസ്റ്റ് എടുക്കണം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മളെല്ലാവരും കരുതുന്നത് ഈ റെസ്റ്റ് എന്ന് പറയുന്നത് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയാലോ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്നാലോ മതി എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ 7 തരത്തിലുള്ള റെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ 7 തരത്തിലുള്ള റെസ്റ്റിനെ കുറിച്ചാണ് നമ്മളെ റിജുവനേറ്റ് ചെയ്യാൻ, നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കുവാൻ, നമ്മളെ റിലാക്സ് ആക്കുവാൻ തക്കവണ്ണമുള്ള, അതിനനുസരിച്ച് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ തക്കതായിട്ടുള്ള 7 റെസ്റ്റ് മെത്തേഡ് ഉണ്ട്, വിശ്രമത്തിന്റെ മെത്തേഡ് ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കൽ റെസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് അവസ്ഥയിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഒരല്പം സമയം ആവശ്യമാണ്. ആ ഫിസിക്കൽ റെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഉറക്കത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കുറച്ചു നേരം ഇരിക്കുന്നത് വഴി നേടിയെടുക്കുവാൻ സാധിക്കും. ഒന്ന്, കൈകാലുകൾ നിവർത്തുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും സഹായിക്കും. ചെറിയ ചെറിയ യോഗ എക്സസൈസുകൾ സഹായിക്കും. ഒരു നല്ലൊരു വാക്കിങ്ങിന് പോകുന്നത് ഫിസിക്കൽ റെസ്റ്റ് കിട്ടുന്നതിന് സമാനമാണ്. കൂടാതെ നമ്മൾ കണ്ടിന്യൂസ് ആയി ഇരിക്കുന്നത് ഒഴിവാക്കാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുകയോ സ്ട്രെച്ച് ചെയ്യുകയോ നടക്കുകയോ ചെയ്യാം. ഇതെല്ലാം ഫിസിക്കൽ റെസ്റ്റിൽ പെടുന്നതാണ്. രണ്ടാമത്, നമുക്കറിയാം, മനസ്സിന്റെ സമ്മർദ്ദത്തിന് കുറച്ച് കൊടുക്കാനുള്ള റെസ്റ്റ് ആണ് മെന്റൽ റെസ്റ്റ്. അപ്പൊ ഈ മെന്റൽ റെസ്റ്റ് നമ്മൾ കൂടുതൽ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫോഗിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി റിജുവനേറ്റ് ചെയ്യുവാൻ നമുക്ക് മെന്റൽ റെസ്റ്റ് ആവശ്യമാണ്. ഈ മെന്റൽ റെസ്റ്റ് എങ്ങനെ ചെയ്യാം? നമ്മുടെ ജോലിക്ക് ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. ഈ സമയത്തിന് ശേഷം ഞാൻ ഒരു ജോലിയും ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചകളിൽ ഞാൻ ഒന്നും ചെയ്യില്ല, അവധി ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള കൺഫർമേഷൻ, ഒരു സ്വയം കൺഫർമേഷൻ ഉണ്ടാക്കിയെടുക്കുക, ബൗണ്ടറികൾ സൃഷ്ടിക്കുക. ചെറിയ ചെറിയ ടാസ്കുകൾക്ക് ഇടയിലെല്ലാം ചെറിയ ചെറിയ റെസ്റ്റ് പീരിയഡ്സ് കൊടുക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഡീപ് ബ്രീത്ത് ചെയ്യുന്നതും നിങ്ങളുടെ മെന്റൽ റെസ്റ്റിന് സഹായിക്കും. മൂന്നാമത്, സെൻസറി റെസ്റ്റ്. ഈ സെൻസറി റെസ്റ്റിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോഴാണ് സെൻസുകൾക്ക്, ഇന്ദ്രിയങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണുകളുടെ പ്രശ്നമാണ്. കണ്ണുകളുടെ ഇന്ദ്രിയമാണ്. അതിന് ഓവർലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിന്റെ ടയർഡ്നെസ്. അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ ടയർഡ്നെസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കരിയറിനെ കുറിച്ച് മാത്രമായതുകൊണ്ട് സെൻസറി റെസ്റ്റ് എന്നുള്ളതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ കണ്ണിനാണ്. മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് അത്ര ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അതിനും ഫോക്കസ് വേണം. ഇപ്പോൾ പ്രധാനം കണ്ണുകളാണ്. സ്ക്രീൻ ടൈമിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുക. നോട്ടിഫിക്കേഷൻ, മൊബൈലിന്റെ ആണെങ്കിലും കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. വളരെ ക്വയറ്റ് ആയിട്ടുള്ള, ചെറിയ സൗണ്ടുള്ള, ശബ്ദങ്ങൾ വളരെ കുറവായ, വെളിച്ചം നല്ല കുറവായ റൂമുകളിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. ഹെഡ്ഫോൺസിലാണെങ്കിലും മറ്റു ഉപകരണങ്ങളാണെങ്കിലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കുക. നമ്മൾ ഇരിക്കുന്ന റൂമിൽ പരമാവധി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുക വഴി നമുക്ക് സെൻസറി റെസ്റ്റ് നേടിയെടുക്കാം. നാലാമത്, നമ്മുടെ ക്രിയേറ്റീവ് റെസ്റ്റ് ആണ്. ക്രിയേറ്റീവ് റെസ്റ്റിന് നമ്മൾ നമ്മളെ റിജുവനേറ്റ് ചെയ്യുന്നു ക്രിയേറ്റിവിറ്റി വഴി. കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായി ക്രിയേറ്റീവായി നടത്തിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മുടെ മനസ്സിന്, നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന് റിജുവനേഷൻ കൊടുക്കുന്ന പ്രക്രിയയാണ് ക്രിയേറ്റീവ് റെസ്റ്റ്. ഇതിൽ നമുക്ക് പുറത്ത് വാക്കിങ്ങിന് പോകാം, പല പല ചിത്രങ്ങൾ, പല പല കളറിലുള്ള ചിത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാം, പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരാം, ഒരു നേച്ചർ വാക്കിന് പോകാം, ഒരു ആർട്ട് ഗാലറിയിൽ പോയി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളെ കണ്ട് ആസ്വദിക്കാം, മ്യൂസിക് കേൾക്കാം, നല്ലൊരു പുസ്തകം, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകം വായിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുകൾ പുതിയ പുതിയ ഐഡിയകൾ സ്പാർക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെറുതായി മാറ്റിയെടുക്കാം. ക്രിയേറ്റിവിറ്റി, ഇതിന് നമുക്ക് ക്രിയേറ്റീവ് റെസ്റ്റ് എന്ന് വിളിക്കാം.
അഞ്ചാമത്തേത് ഇമോഷണൽ റെസ്റ്റ് ആണ്. നമ്മുടെ ഇമോഷൻസ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക വഴി നമ്മൾ കൂടുതൽ ഈ ഇമോഷൻ മെക്കാനിസത്തിന് കൂടുതൽ ബേർഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓഫീസ് അറ്റ്മോസ്ഫിയറിലോ വർക്ക് അറ്റ്മോസ്ഫിയറിലോ പല ഇമോഷൻസിനെയും നമുക്ക് കൺട്രോൾ ചെയ്തേ മതിയാവൂ എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇമോഷണൽ ഓവർലോഡ് വരുന്നത്. ആ ഇമോഷണൽ ഓവർലോഡിനെ കുറയ്ക്കാനാണ് ഈ ഇമോഷണൽ റെസ്റ്റ് അത്യാവശ്യമായി വരുന്നത്. അങ്ങനെയുള്ള സമയത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായി ഓപ്പണായിട്ട് സംസാരിക്കുക. നമ്മുടെ മനസ്സിലെ ഫീലിങ്സിനെയും അതേപോലെ വിഷമങ്ങളെയും എല്ലാം ഒന്ന് പുറത്തു കളയാൻ വേണ്ടി നല്ല രീതിയിൽ ജേണൽ എഴുതുവാൻ തുടങ്ങുക. നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. ഇതെല്ലാമാണ് നമുക്ക് ഇമോഷണൽ റെസ്റ്റ് അച്ചീവ് ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. ആറാമത് സോഷ്യൽ റെസ്റ്റ് ആണ്. സോഷ്യലായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എപ്പോഴും എനർജൈസിങ് ആവണമെന്നില്ല. നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന സോഷ്യൽ സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സോഷ്യൽ റെസ്റ്റ് ആവശ്യമായി വരുന്നത്. സൊസൈറ്റിയിലേക്ക് പോകുന്ന സമയങ്ങൾ സൊസൈറ്റി നമുക്ക് പലപ്പോഴും ബേർഡനായി വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ആളുകളെ ഒരു സൊസൈറ്റിയായി കണക്കാക്കി അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ സൊസൈറ്റി റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് സഹായകരമാകും. പല സോഷ്യൽ ഒബ്ലിഗേഷൻസും നമുക്ക് നിർബന്ധമായി, ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുകയാണ്, വരും നമുക്ക് ഡാൻസ് ബാറിൽ പോകാം അല്ലെങ്കിൽ പബ്ബിൽ പോകാം എന്ന് പറയുമ്പോൾ എന്നും രാത്രി പോകുന്ന, എല്ലാ ആഴ്ചയും പോകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് വല്ലാത്ത ഒരുതരം എനർജി പുറത്ത് കളയുന്ന ഒരു സാഹചര്യമായി മാറാം. പക്ഷെ അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അതിന് നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥ വരും. അത് നമുക്ക് ഒഴിവാക്കാം. അതിന് പകരം മറ്റ് ആക്ടിവിറ്റീസിലേക്ക് തിരിയാം. ഒരുപാട് സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുവാനുള്ള സാഹചര്യം നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് സോഷ്യൽ റെസ്റ്റ് ലഭ്യമാകും. ഏഴാമത് സ്പിരിച്വൽ റെസ്റ്റ്. ഇതിപ്പോൾ ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും എമോഷണൽ ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഇതെല്ലാം അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ എനർജിയിലാണ്, സ്പിരിച്വൽ അവൈക്കനിങ്ങിലാണ്. അതിലും കൂടി റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസെയും അങ്ങനെയുള്ള കാര്യങ്ങളെയും എല്ലാം ഒന്ന് റീകണക്ട് ചെയ്യാൻ, റീവിസിറ്റ് ചെയ്യാൻ ഈ സ്പിരിച്വൽ റെസ്റ്റ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ ചെയ്തികളെ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുക വഴി, ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ രീതിയിൽ പെരുമാറി, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറി, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളോട് നമ്മളുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നത് സ്പിരിച്വൽ റെസ്റ്റ് നേടാൻ സഹായിക്കും. മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് അപ്രൈസൽ ഇവയെല്ലാം ഈ സ്പിരിച്വൽ റെസ്റ്റിന് സഹായിക്കും. മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സേവനമാകുന്ന കാര്യങ്ങൾ, സേവന തൽപരതയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുക, ഇവയെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന സ്പിരിച്വൽ റെസ്റ്റ് നേടിയെടുക്കുവാൻ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഈ റെസ്റ്റുകൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും, സൊസൈറ്റിയിലാണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലിക്കബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാധാരണ ജീവിതത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ കരിയറിനും ഇത് വളരെയധികം ഗുണം ചെയ്യും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.